കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിനായി ഫ്ലക്സുകൾ വെച്ചതിൽ അതൃപ്തി. ഫ്ലക്സ് വെച്ചതുകൊണ്ട് സ്ഥാനാർത്ഥിയാകില്ല എന്ന് UDF കൺവീനർ N രത്നാകരൻ പറഞ്ഞു. ബേപ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ്. നേതൃത്വം പറഞ്ഞാൽ ആരെയും അംഗീകരിക്കുമെന്ന് കൂടി രത്നാകരൻ വ്യക്തമാക്കും. ഇവിടെ അങ്ങനെ ആരെ പേരുകളൊന്നും വന്നിട്ടില്ല. ഞാനും അങ്ങനെ അനൗദ്യോഗികമായിട്ട് ഫ്ലക്സ് ഒക്കെ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ UDF അങ്ങനെ ഒരു തീരുമാനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഫ്ലക്സ് അങ്ങനെ വെക്കൂല. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും. സംസ്ഥാന കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അല്ലാണ്ട് ഞങ്ങൾക്ക് ആരോടും എതിർപ്പില്ല, ആരോടും വിധേയത്വമില്ല. നേതൃത്വം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അംഗീകരിക്കും. മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അംഗീകരിച്ച ആളുകളാണ് ഞങ്ങൾ. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. VS രഞ്ജിത്ത്, ബേപ്പൂരിൽ PV അൻവർ വരുമോ എന്നതാണ് ആകാംക്ഷ. ഏതായാലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നതിന് പിന്നാലെ വലിയ അതൃപ്തിയുണ്ട്. ഇതിലൊരു കൗതുകമുള്ളത് പട്ടാമ്പി ആയാലും ബേപ്പൂരായാലും അത് കോൺഗ്രസിന്റെ സീറ്റുകളിൽ ആണ് ഇപ്പോൾ ലീഗ് സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലക്സ് ആയാലും പോസ്റ്റർ ആയാലും ഒക്കെ ഇറക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഇതിലൊരു ഭിന്നാഭിപ്രായത്തിന്റെ ഒന്നാമത്തെ കാരണം ഇപ്പോൾ വിനീത ചൂണ്ടിക്കാണിച്ചു തന്നെയാണ്. PV അൻവർ UDF-ലേക്ക് വരുന്നു, അസോസിയേറ്റ് കക്ഷിയാവുന്നു. PV അൻവറിനെ എവിടെയെങ്കിലും നിന്ന് ജയിപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ 3 സീറ്റുകളാണ് PV അൻവർ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ അവിടെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പട്ടാമ്പിയിൽ ഒരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു, തവനൂരിൽ ഒരു ഫ്ലക്സ് ബോർഡ്, ബേപ്പൂരിൽ ഒരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം സൂചന കിട്ടി. 3 മണ്ഡലങ്ങളാണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ലീഗ് പ്രവർത്തകർ വലിയ തോതിൽ PV അൻവറിനെ അവിടേക്ക് ആനയിക്കാനും അവിടെ മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ സീറ്റ് 3 കോൺഗ്രസിൻ്റെതാണ്. അപ്പോൾ കോൺഗ്രസ് ഈ സീറ്റുകൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ, അതല്ല ഈ സീറ്റുകൾ ലീഗ് ഏറ്റെടുത്ത് അത് PV അൻവറിന് കൊടുക്കുകയാണോ, അസോസിയേറ്റ് ഘടകകക്ഷി എന്ന രീതിയിൽ കൊടുക്കുകയാണോ എന്ന കാര്യത്തിലാണ് തർക്കമുള്ളതും. PV അൻവറിന്റെ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ട ബേപ്പൂരിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. അവിടുത്തെ ലീഗുകാരിൽ തന്നെ ഒരു വിഭാഗം PV അൻവറിനെ സ്വാഗതം ചെയ്യുന്നു, അവിടുത്തെ കോൺഗ്രസ്സുകാരിലും ഒരു വിഭാഗം PV അൻവറിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നാൽ ഒരു പ്രബലമായ വിഭാഗം അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നും ആ സീറ്റ് എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ UDF കൺവീനറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ആര് വന്നാലും സംസ്ഥാന നേതൃത്വം പറഞ്ഞാൽ ആരെയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവും. പല പരീക്ഷണവും ബേപ്പൂരിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അങ്ങനെ ഫ്ലക്സ് വെച്ചതുകൊണ്ട് മാത്രം ആരും സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നൊരു അതൃപ്തി അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ചടക്കത്തിന്റെ ഭാഗമായി ആരെങ്കിലും നേതൃത്വം തീരുമാനിച്ചാൽ അവരെ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഏതായാലും ബേപ്പൂർ ഉൾപ്പെടെ, ബേപ്പൂരും പട്ടാമ്പിയും തവനൂരും ഉൾപ്പെടെ കോൺഗ്രസിന്റെ സീറ്റുകളിലാണ് PV അൻവർ കണ്ണുവെച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് ആണോ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്, ലീഗാണോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, എന്തായാലും കാത്തിരുന്ന് കാണാം. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.